അമേരിക്കയിൽ നിന്നും അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തി തുടങ്ങി. അമേരിക്കയിൽ നിന്നും 205 അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരുമായി C-17 സൈനിക വിമാനം ഇന്ത്യയിലെ അമൃത്സറിൽ ഇറങ്ങി. ആദ്യഘട്ടത്തിൽ 18,000 ഇന്ത്യക്കാരെ ഇത്തരത്തിൽ നാടുകടത്തും. അമേരിക്കയിലെ അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരിൽ അധികവും ഗുജറാത്ത്, പഞ്ചാബ്, ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്. മതിയായ തിരിച്ചറിയൽ രേഖകളില്ലാത്തവരും അമേരിക്കയിൽ താമസിക്കാനുള്ള വിസ കാലാവധി കഴിഞ്ഞവരും അയൽ രാജ്യങ്ങൾ വഴി അനധികൃതമായി അമേരിക്കയിൽ കടന്നവരും ഇക്കൂട്ടത്തിൽപ്പെടും. നാട് കടത്തപ്പെട്ടവരിൽ 15 ദിവസം മുൻപ് അമേരിക്കയിലെത്തിയ പഞ്ചാബ് സ്വദേശിയുമുണ്ട്. നിയമാനുസൃതമായി തന്നെ അമേരിക്കയിൽ എത്താൻ ശ്രമിച്ച ഇയാളെ ഒരു വിസ ഏജന്റ് 30 ലക്ഷം രൂപ വാങ്ങി കബളിപ്പിച്ച് വ്യാജരേഖയുണ്ടാക്കി അമേരിക്കയിൽ എത്തിക്കുകയായിരുന്നു. പലരുടെയും ബന്ധുക്കൾ പഞ്ചാബിലെ അമൃത്സറിലെ വിമാനത്താവളത്തിൽ കാത്തുനിൽപ്പുണ്ടായിരുന്നു. കൈകാലുകൾ വിലങ്ങുകളാൽ ബന്ധിച്ചാണ് എല്ലാ അനധികൃത കുടിയേറ്റക്കാരെയും നാടുകടത്തിയത്. പരിമിതമായ സൗകര്യങ്ങളുള്ള സൈനിക വിമാനത്തിൽ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ പോലും അമേരിക്കൻ ഉദ്യോഗസ്ഥർ അനുവദിച്ചില്ലെന്നും 40 മണിക്കൂർ ദൈർഘ്യമുള്ള വിമാനയാത്രയിൽ കുടിവെള്ളം പോലും നൽകിയില്ലെന്നും തിരിച്ചെത്തിയവരിൽ പലരും വെളിപ്പെടുത്തി. കുടിയേറ്റ നിയമങ്ങളിലും പൗരത്വ നിയമങ്ങളിലും ഗൗരവകരമായ മാറ്റങ്ങളാണ് ട്രംപ് ഭരണകൂടം ഏർപ്പെടുത്തിയത്. ഇത് പല രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിലെത്തിയ ലക്ഷക്കണക്കിന് കുടിയേറ്റക്കാരെ ദോഷകരമായി ബാധിക്കും. ക്യൂബ, മെക്സിക്കോ, ബ്രസീൽ, കാനഡ, ഇന്ത്യ, കൊളംബിയ, പെറു, ഇക്വഡോർ, ഹെയ്ത്തി, ഹോണ്ടുറാസ്, ഗ്വാട്ടിമാല, ആഫ്രിക്കൻ രാജ്യങ്ങൾ, ഏഷ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നും വർഷങ്ങളായി അമേരിക്കയിൽ കുടിയേറി താമസിക്കുന്നവരും ഇക്കൂട്ടത്തിലുണ്ട്. അടുത്തിടെ കൊളംബിയക്കാരായ അനധികൃത കുടിയേറ്റക്കാരുമായി വന്ന 2 US സൈനിക വിമാനങ്ങൾക്ക് ഇറങ്ങാനുള്ള അനുമതി കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ നിഷേധിച്ചിരുന്നു. എന്നാൽ കൊളംബിയയ്ക്ക് മേൽ അധിക വ്യാപാര തീരുവകൾ ചുമത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് കൊളംബിയയ്ക്ക് വഴങ്ങേണ്ടി വന്നു. മെക്സിക്കൻ അതിർത്തിയിൽ കൂടുതൽ സൈനികരെ വിന്യസിച്ച് അനധികൃത കുടിയേറ്റങ്ങൾ തടയാൻ പ്രസിഡന്റ് ട്രംപ് ഉത്തരവിട്ടിരുന്നു. ഏകദേശം 1100 അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരെയാണ് 2023-2024 വർഷങ്ങൾക്കിടെ അമേരിക്കയിൽ നിന്നും നാടുകടത്തിയത്. പ്രതിവർഷം നാടുകടത്തപ്പെടുന്ന അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതായി അമേരിക്കൻ കുടിയേറ്റ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തു. അമേരിക്കയുടെ കുടിയേറ്റ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ സഹകരിക്കുമെന്ന് ഇന്ത്യൻ സർക്കാർ പ്രഖ്യാപിച്ചു. അനധികൃത കുടിയേറ്റം സംഘടിത കുറ്റകൃത്യങ്ങളിൽ പെടുമെന്നും ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. താമസ രേഖകളുടെ കാലാവധി കഴിഞ്ഞിട്ടും അമേരിക്കയിൽ തുടർന്നവരും മതിയായ താമസ രേഖകളില്ലാത്തവരുമായ ഇന്ത്യൻ കുടിയേറ്റക്കാരെ ഇന്ത്യ സ്വീകരിക്കുമെന്നും എന്നാൽ അവർക്ക് ഇന്ത്യൻ പൗരത്വം ഉണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷമേ നടപടികൾ എടുക്കൂ അദ്ദേഹം പറഞ്ഞു. അമേരിക്കയിൽ കാലിഫോർണിയയിലെ സാന്റിയാഗോയിലും ടെക്സസിലെ എൽപാസോയിലെയും സൈനിക കേന്ദ്രങ്ങളിൽ 5000-ഓളം അനധികൃത കുടിയേറ്റക്കാർ നാടുകടത്തൽ കാത്ത് കഴിയുകയാണ്.